ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അവിടെ കുറച്ച് ദിവസം നിന്നിട്ട്, ഏട്ടൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിന്നിട്ട് അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. അപ്പോൾ അമ്മയും ചേച്ചി എന്നെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അവരുടെ കൂടെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. എന്തായാലും കുന്നംകുളം റൂട്ട്, തൃശ്ശൂർ കുന്നംകുളം റൂട്ടിൽ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ കുറച്ച് 2 മണിക്കൂർ കൊണ്ട് എത്തേണ്ടത് നമ്മളൊരു 3 മണിക്കൂറോളം ആയിട്ടാണ് വീട്ടിലെത്തിയത് കേട്ടോ. അപ്പോൾ ഒരു 3:30 ആയപ്പോഴത്തേക്കും അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് 3:30 ആയപ്പോഴത്തേക്കും നമ്മളിവിടെ എത്തിയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കാര്യങ്ങൾ. അവിടെ അച്ഛനും മോൾക്കും തമ്മിലുണ്ടായിരുന്നൊരു ബോണ്ടിന്ന് ബ്രേക്ക് ആവണേൻ്റെ ഒരു വിഷമം രണ്ടാൾക്കും ഉണ്ട് കേട്ടോ. കുഞ്ഞിന് ചെറുതായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവും. എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 6:30 ആകുമ്പോഴത്തേക്കും കുട്ടീനെ അടുത്തേക്ക് ഓടി വരുന്ന അച്ഛനാണ്. അപ്പം ഇങ്ങനെ രണ്ടുപേർക്കും മിസ്സിങ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലേക്ക് പോകട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ 2 ലൈവ് പോയിരുന്നേ. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ലൈവ് പോകുന്നത്. അപ്പോൾ ലൈവ് പോയപ്പോൾ ലൈവ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കമൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിനെ പറ്റിയിട്ട്, അതുപോലെ വീട്ടിലാരൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അതിൽ വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്തിനാ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാഡ് കമൻസ് ഒക്കെ വന്നു, അതൊക്കെ ഞാൻ അപ്പോൾ തന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്നെപ്പറ്റി ആദ്യം പറയാം കേട്ടോ. എൻ്റെ പേര് പാർവതി ഭാസ്കരൻ എന്നാണ്. എൻ്റെ വീട് തൃശ്ശൂരാണ്. എൻ്റെ വീട്ടിൽ എന്ന് പറയുമ്പോൾ ഇതാണ് എൻ്റെ വീട്. വീട്ടിൽ ഇപ്പോൾ ഉള്ളത് അമ്മയാണ്, ചേച്ചിയുണ്ട് എനിക്ക്. ചേച്ചിയുടെ വീട് തൊട്ടടുത്താണ് കേട്ടോ. പിന്നെ അമ്മ അംഗൻവാടി ടീച്ചറാണ്. ഓക്കെ, വീട്ടിലെ കാര്യങ്ങൾ ഇതാണ് കേട്ടോ. ഇനി എൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, പാർവതി ഭാസ്കരൻ എന്നാണ് ഫുൾ നെയിം. പിന്നെ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് അല്ല, എക്സാം കുറച്ചൊക്കെ സപ്ലി ഉണ്ട്. കാരണം ഞാൻ പ്രൈവറ്റായിട്ടാണ് ഡിഗ്രി ചെയ്തത്. ജോബ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ചെയ്തപ്പോൾ പിന്നെ ഞാൻ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കൊറോണ ആയിരുന്നു. 2019 കൊറോണ വ്യാപിച്ചിരുന്നു. അപ്പോൾ ക്ലാസ്സുകൾ കുറച്ച് മിസ്സായി. അങ്ങനെ അപ്പോൾ ടച്ചൊന്ന് വിട്ടു. എന്നാലും ഞാൻ എക്സാം എഴുതി ചിലതൊക്കെ പാസ്സായി, ചിലതൊക്കെ പോയി. അപ്പോൾ അങ്ങനെ സപ്ലി കിട്ടിയിരിക്കുകയാണ്. ഇനി എപ്പോഴാണ് എനിക്കത് എഴുതിയെടുക്കാൻ പറ്റാതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ പ്ലാൻ ചെയ്യാനും പറ്റില്ല. അങ്ങനെ എല്ലാം നമ്മൾ ട്വിസ്റ്റുകളായിരുന്നു ലൈഫിൽ. പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ നടന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല കേട്ടോ. അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡാകെ പോവും. അപ്പം അങ്ങനെയാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പെൺകുട്ടിയാണ്. ജ്വാല എന്നാണ് പേര്. ജ്വാല ജിഷ്ണു എന്നാണ് ഫുൾ നെയിം വരുന്നത്. അപ്പോൾ 3 മാസം കംപ്ലീറ്റ് ആയിപ്പോൾ 4ാമത്തെ മാസം ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഈ ഹസ്ബൻഡിനെ പറ്റി പറയാം. ഹസ്ബൻഡിൻ്റെ പേര് ജിഷ്ണു എന്നാണ്, ജിഷ്ണു AV. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട് കുന്നംകുളത്താണ്. ലവ് മാരേജാണ്. ഇപ്പോൾ 2024 ഏപ്രിൽ 7-നായിരുന്നു മാരേജ്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അച്ഛമ്മ വീട്ടിലുള്ളത്. പിന്നെ ഒരു അനിയത്തിക്കുട്ടിയുണ്ട്. അനിയത്തിക്കുട്ടി കല്യാണം കഴിഞ്ഞു. ഒരാൺകുട്ടിയുണ്ട്. അവിടെ അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ ഇതാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലെ കാര്യം കേട്ടോ. പിന്നെ ഹസ്ബൻഡിൻ്റെ ജോബ് എന്ന് പറയുന്നത് പോളിഷിംഗ് ആണ്. സ്പ്രേ പെയിൻറ്ററാണ്. അതായത് എനിക്കൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. പോളിഷിംഗ് ഇങ്ങനെ ഒരു ഫീൽഡ് കൂടി ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം ഇത് വലിയ വലിയ വീടുകളിൽ ലാസ്റ്റ് പണികളൊക്കെ കഴിഞ്ഞ് പെയിൻറ്റിങ്ങും ടൈലും ഒക്കെ കഴിഞ്ഞിട്ട് ഫർണിച്ചറുകളൊക്കെ പോളിഷ് ചെയ്യുക, അങ്ങനെ ഒരു സംഭവമാണ് അത്. നമ്മളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീടുകളും അങ്ങനെയൊന്നും പരിചയമില്ലാത്ത കാരണം എനിക്കറിയില്ല ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഇതാണ്. അതുപോലെ പള്ളികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലൊക്കെ ഫർണിച്ചറുകൾ ഉണ്ടാവുമല്ലോ, ഓരോ പണികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ പോളിഷിങ് ആയ സ്പ്രേ പെയിൻറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പോളിഷിങ് സ്പ്രേ പെയിൻറ്റിങ്ങും ഒക്കെയാണ് ഹസ്ബൻഡിൻ്റെ. പിന്നെ പണ്ട് +2 ഒക്കെ കഴിഞ്ഞ ടൈമിൽ മേളത്തിനൊക്കെ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടിക്കോട്ട് കൈക്ക് കുറച്ച് പ്രശ്നമായിട്ട് ആ ഒരു സംഭവം ഉപേക്ഷിച്ചു. അങ്ങനെയാണ് ഹസ്ബൻഡിൻ്റെ കാര്യം. പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് ഇതൊക്കെയാണ് ഇപ്പോൾ ലൈഫിൽ. ഞാൻ മുൻപൊരു ഇതുപോലെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 6 മാസമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി അപ്ഡേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതിനങ്ങനെ കമൻറ്റും കൂടി വന്നപ്പോൾ
അങ്ങനെ ചെയ്തു കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇതിനെപ്പറ്റി ഇത് ഈ കൊല്ലത്തിൽ തന്നെയാണ് ഞാൻ വന്നത്. അപ്പോൾ പിന്നെ ഡ്രസ്സൊന്നും മാറിയില്ലെങ്കിൽ ഫ്രഷ് ആവണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.